ഇവിടെ ഞങ്ങൾ പുതിയ ഡാം എന്ന് പറഞ്ഞ് ഇതുവരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാട് ജലവും എന്നൊരു മുദ്രാവാക്യം തന്നെയാണ്. സമരസമിതി തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം തന്നെയാണ്. പക്ഷെ പുതിയ ഡാം പണിയണമെന്ന് കാലങ്ങളായി ഇവിടെ പറയുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളും ഇതിന്റെ ഭാഗമായുള്ള നീതിപീഠങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ലേ അജ്ഞാനവൃത്തികളായി ഈ തീരദേശത്ത് താമസിക്കുന്ന പാവം പിടിച്ച ഞങ്ങളുടെയൊക്കെ ആവശ്യം. അത് വേണിച്ചേട്ടൻ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഞങ്ങൾ സയന്റിഫിക്കായി പഠിച്ചവരോ ഇതിനെക്കുറിച്ച് വൈദഗ്ധ്യമുള്ളവരോ ഒന്നുമല്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നും ഇതെല്ലാം സംഭവിക്കുന്നു എന്നും പറയുന്നത് ഈ ലോകത്തുണ്ടാകുന്ന വിഷയങ്ങളെയെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ഈ വിദഗ്ധരൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഈ വിദഗ്ധർ വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുമോ? അത് തെളിയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ഒരു ഇന്റർനാഷണൽ ഇൻഡിപെൻഡൻസ് ഏജൻസിയെ കൊണ്ട് ഈ ഡാമിന് കുഴപ്പമില്ല എന്ന്, ഈ ഡാം സേഫ് ആണെന്നും അത് അൺസേഫ് ആണെന്നും പറയാനുള്ള ഒരു ബോധ്യം കാണിക്കുക. അതിനാണ് ഈ മടിക്കുന്നത്. ആ ഒരു തീരുമാനം എടുത്താൽ തീരുമല്ലോ, ഈ പ്രശ്നം അവിടെ പരിഹരിക്കുവാൻ കഴിയും. കാരണം തമിഴ്നാട് ഒരു കാര്യത്തിൽ ഈ 18 വരെ നടന്ന സമരത്ത് കൊണ്ടുണ്ടായ ഒരു ഗുണം, നീണ്ടുപോയ ഒരു സമരം കേരളത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ സമരമാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു മലയാളി തമിഴ് തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിലേക്ക് വന്നപ്പോഴാണ് തമിഴ്നാട് ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും പ്രധാനമന്ത്രി പോലും നമ്മുടെ മൻമോഹൻ സിംഗ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് 2 സമിതികളെ വെക്കുകയും ഈ സമിതികൾ കൊടുത്ത പഠന റിപ്പോർട്ടുകളിലൂടെ കേരളത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷ നൽകിയത് അന്നത്തെ ചെയർമാനെ വെച്ചിരുന്ന KT തോമസ് സാറ് കേരളത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ്. പക്ഷേ അവിടെയും നമുക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഒരു സെറ്റിൽമെന്റ് എന്ന നിലയിൽ, ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു പോംവഴി എന്ന നിലയിൽ ഒരു ടണൽ ഉണ്ടാക്കാം എന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഭാഗമായി കാലങ്ങളോട് സഞ്ചരിച്ച ബഹുമാനപ്പെട്ട CP റോയ് സാർ പറഞ്ഞ ഒരു വാക്കാണ്. എന്തുകൊണ്ട് ആ ചർച്ച നടക്കുന്നില്ല? ആ ചർച്ച നടക്കുന്നുണ്ടോ? റസൽ ജോയി പറയുന്നു കക്കി വഴി കനാൽ തിരിച്ചു വിട്ടാൽ ഈ വെള്ളം കൊണ്ടുപോകും. ഇതൊക്കെ സയന്റിഫിക്കായി തെളിയിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുള്ള തീരദേശവാസികളാണോ വേണിച്ചേട്ടാ? ഇതിനെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ, ഞങ്ങൾ കുറച്ചു നാൾ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കാം. അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഇതുവരെയുള്ള മാനസിക വ്യത എന്താണെന്നുള്ളത് ചെറിയ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡോക്ടർ ജോ ജോസഫ്, ഇങ്ങനെ കുറെ ബദൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരികയാണ്. അതിൽ ചില കാര്യങ്ങളാണ് ഷാജി P ജോസഫ് പറയുന്നത്. അവരിത് വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അവർക്കിതിൽ കൗതുകം തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ സുപ്രീം കോടതി നിയോഗിക്കുന്ന ഏത് സമിതിയാണെങ്കിലും അവിടെ കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് പോകുന്ന ആളുകൾ കളിക്കുന്ന ഡബിൾ ഗെയിമുകൾ, കോടതിയിൽ കളിക്കുന്ന ഡബിൾ ഗെയിമുകൾ, അതുപോലെ തന്നെ ഈ കോടതികൾക്ക് വെളിയിലും പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിന്റെ ചില ആളുകൾ, കേരളത്തിന് അനുകൂലമായി നിൽക്കേണ്ട ചില വിദഗ്ധർ തന്നെ അവർ പരസ്യമായി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, അത് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി കേരളത്തിലെ വിദഗ്ധർ തന്നെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. ഇതൊക്കെ കോടതി വിധികളെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണ് എന്നുള്ള ബോധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ആർക്കും ഉണ്ടാകാത്ത ബോധ്യം ഇവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ഈ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർക്കാർക്കും ഒരു തോന്നലുണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്?